നമസ്കാരം. ഫിസിക്സിലെ അഥവാ ജനറൽ സയൻസിലെ മെക്കാനിക്സിലെ സ്പീഡും വെലോസിറ്റിയും ആക്സിലറേഷനും റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. എൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഓർക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഫോളോ ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. കാരണം സ്പീഡും വെലോസിറ്റിയും എല്ലാം നമുക്ക് ചിരപരിചിതങ്ങളായ ടേമുകളാണ്. പക്ഷേ ഇവ തമ്മിലുള്ള വ്യത്യാസം പലപ്പോഴും നമ്മുടെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എല്ലാവരും തെറ്റിക്കാറുണ്ട്. അതുകൊണ്ട് കുറച്ച് ശ്രദ്ധിച്ച് എന്താണെന്ന് മനസ്സിലാക്കിയ ശേഷം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടെ ഈസി ആയിട്ട് മാറും. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വ്യത്യാസം സ്പീഡും വെലോസിറ്റിയും തമ്മിലുള്ള വ്യത്യാസമാണ്. അതായത് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം തന്നെയാണ് സ്പീഡും വെലോസിറ്റിയും തമ്മിലുള്ള വ്യത്യാസം. ഡിസ്റ്റൻസ് ഒരു സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്, ബിക്കോസ് ദാറ്റ് ഈസ് ഹാവിങ് ഓൺലി മാഗ്നിറ്റ്യൂഡ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്, ദാറ്റ് ഈസ് ഹാവിങ് ഡിറക്ഷൻ ആൾസോ പ്ലസ് മാഗ്നിറ്റ്യൂഡ്. ഇതിലെ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് covered by an object in unit time എന്നാണ് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ the path, length or distance covered by an object divides by time taken to cover the distance എന്ന് പറയാം. അതായത് ആ ദൂരം കവർ ചെയ്യുന്നതിന് അതെടുക്കുന്ന സമയം കൊണ്ട് ആ ഡിസ്റ്റൻസിനെ ഹരിക്കുമ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് സ്പീഡ് എന്ന് പറയുന്നത്. സ്പീഡ് രണ്ട് തരത്തിലുള്ളതുണ്ട്. യൂണിഫോം സ്പീഡുമുണ്ട്, വേരിയബിൾ സ്പീഡുമുണ്ട്. എന്താണ് യൂണിഫോം സ്പീഡ്? അത് ക്രമാനുഗതമായി. യൂണിഫോം സ്പീഡ് എന്നാൽ എന്താണ്? ഈക്വൽ ഡിസ്റ്റൻസ് ഈക്വൽ ഇൻ്റർവൽ ടൈമിൽ കവർ ചെയ്താൽ നമ്മളതിനെ യൂണിഫോം സ്പീഡ്, അതായത് സ്പീഡിന് വ്യതിയാനം വരുന്നില്ല. അതായത് ഈക്വൽ ഡിസ്റ്റൻസ് തന്നെ, ഇപ്പം 10 മീറ്റർ തന്നെ 2 സെക്കൻഡ് കൊണ്ട് കവർ ചെയ്താൽ അടുത്ത 2 സെക്കൻഡിലും 10 മീറ്റർ തന്നെ നമ്മൾ കവർ ചെയ്ത് പോയിക്കഴിഞ്ഞാൽ അത് യൂണിഫോം സ്പീഡിലാണെന്ന് പറയാം. എന്നാൽ ആദ്യത്തെ 10 സെക്കൻഡ് നമ്മൾ, അതായത് ആദ്യത്തെ 10 മീറ്റർ നമ്മൾ 2 സെക്കൻഡ് കൊണ്ട് കവർ ചെയ്ത ശേഷം അടുത്ത 10 മീറ്റർ നമ്മൾ 3 സെക്കൻഡ് കൊണ്ടാണ് കവർ ചെയ്യുന്നതെങ്കിൽ, അതിനുശേഷം അടുത്ത 10 മീറ്റർ 1 സെക്കൻഡാണ് കവർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഒരിക്കലും യൂണിഫോം സ്പീഡിലാണ് ആ ഓബ്ജക്റ്റ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ, അതായത് ഡിഫറൻറ്റ് ഡിസ്റ്റൻസ് ഒരേ ഇൻ്റർവെൽ ഓഫ് ടൈമിൽ കവർ ചെയ്യുന്ന രീതി വന്നാൽ അവിടെ വേരിയബിൾ സ്പീഡാണ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്പീഡ് തന്നെ യൂണിഫോം സ്പീഡും വേരിയബിൾ സ്പീഡും ഈക്വൽ ഇൻ്റർവൽസ് ഓഫ് ടൈം കൊണ്ട് ഈക്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്താൽ നമ്മൾ അവിടെ എന്താണ്? യൂണിഫോം സ്പീഡാണ്. എന്നാൽ ഈക്വൽ ഇൻ്റർവൽസ് ഓഫ് ടൈമിൽ കവർ ചെയ്യുന്ന ദൂരത്തിൻ്റെ അളവ് വ്യത്യാസം വന്നാൽ അവിടെ വേരിയബിൾ സ്പീഡാണ് എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ആവറേജ് സ്പീഡാണ്, അതായത് ശരാശരി വേഗത. നമ്മളിപ്പോൾ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്തെന്ന് കരുതുക. നമ്മളുടെ വാഹനത്തിന് പല വേഗതയും നമ്മൾ അവലംബിക്കേണ്ടി വരും. അതായത് ചിലപ്പോൾ കൂടുതൽ, ചിലപ്പോൾ കുറച്ച്, ടൗണിലെത്തുമ്പോൾ നമ്മൾ സ്പീഡ് കുറയ്ക്കും. ഇങ്ങനെയെല്ലാം പല രീതിയിൽ പല വേഗതയിൽ വണ്ടി ഓടിച്ചാണ് നമ്മൾ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തുക. അപ്പോൾ നമ്മുടെ ശരാശരി വേഗത എത്ര എന്ന് നമുക്ക് കണ്ടെത്താൻ എന്ത് ചെയ്യണം? ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ദാറ്റ്സ് ആക്ച്വലി ദ റേഷ്യോ ഓഫ് ദ സം ഓഫ് all distances to the total time taken. അതായത് ഇനിഷ്യൽ പൊസിഷനിൽ നിന്ന് ഫൈനൽ പൊസിഷനിലേക്ക് നമ്മൾ എത്തിയ ആകെ ദൂരവും അങ്ങനെ അതിനെടുത്ത ആകെ സമയവും തമ്മിലുള്ള റേഷ്യോ, അതായത് ആകെ ദൂരത്തെ ആകെ സമയം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് if the speed is varying or changing continuously, then the speed at a particular moment is instantaneous speed.
If the speed is varying, then the speed at a particular moment is instantaneous speed. കാരണം ഈ ആവറേജ് സ്പീഡ് നമ്മൾ എടുക്കുന്നത് പല പല സമയങ്ങളിലെയും സ്പീഡുകളുടെ ഒരു ശരാശരിയായിട്ടാണ് വരുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിൽ ആ ഓബ്ജക്റ്റിനുള്ള വേഗതയെ നമ്മൾ എന്ത് പറയും? അതിനെ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് എന്ന് പറയും. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്, ആവറേജ് സ്പീഡും ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡും. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസിനെ ആ ടോട്ടൽ ടൈം കൊണ്ട് ഇനിഷ്യൽ പൊസിഷനിൽ നിന്ന് ഫൈനൽ പൊസിഷനിലേക്ക് എത്താനുള്ള ടോട്ടൽ ഡിസ്റ്റൻസിനെ ടോട്ടൽ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ആവറേജ് സ്പീഡ്. എന്നാൽ എന്താണ് ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ്? സ്പീഡ് ഓഫ് ആൻ ഓബ്ജക്റ്റ് അറ്റ് എ പർട്ടിക്കുലർ മൊമെൻറ്റ്. ഒരു ഓബ്ജക്റ്റ് ഡിഫറൻറ്റ് സ്പീഡുകളിൽ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രത്യേക നിമിഷം അതിനുള്ള സ്പീഡ്, അതിനെയാണ് ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് എന്ന് പറയുന്നത്. ഇനി വെലോസിറ്റി എന്ന ടേമിനെ കുറിച്ചാണ് നമുക്ക് പ്രതിപാദിക്കേണ്ടത്. ഡിസ്റ്റൻസ് എന്നാൽ സ്പീഡിനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറഞ്ഞു. ആ ഡിസ്റ്റൻസ് ബൈ ടൈമിലെ ഡിസ്റ്റൻസ് റീപ്ലേസ് ചെയ്തിട്ട് ഡിസ്പ്ലേസ്മെൻ്റ് ആക്കിയാൽ അവിടെ അത് വെലോസിറ്റി ആയി മാറും. അതായത് ഡിസ്റ്റൻസ് ഒരു സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് ഡയറക്ഷനുള്ള ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഈ ഓബ്ജക്റ്റിൻ്റെ മൂവ്മെൻറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമായിട്ട് പറയുമ്പോൾ അവിടെ അത് വെലോസിറ്റി ആയിട്ട് മാറും. സോ displacement of a body with time is velocity, and that velocity is a vector quantity എന്ന് പറയേണ്ടി വരും. മറിച്ച് സ്പീഡ് കൂടെ നമ്മൾ മനസ്സിൽ കാണണം. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് വിത്ത് ടൈമാണ്. സോ അതൊരു സ്കെയിലർ ക്വാണ്ടിറ്റി ആയിരുന്നു. ഓക്കെ, ഈ വെലോസിറ്റി, ഒരു പ്രത്യേക ദിശയിലുള്ള വെലോസിറ്റി, അത് യൂണിഫോം വെലോസിറ്റി ആയിട്ട് ചില സമയങ്ങളിൽ മാറുന്നു. അതെങ്ങനെയാണ് യൂണിഫോം വെലോസിറ്റി ആകുന്നതെന്ന് നോക്കിയാൽ ആ ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ഇൻ്റർവെൽസിൽ ഒരേ ഡയറക്ഷനിൽ തന്നെയാണ് എങ്കിൽ, ഈക്വൽ ഇൻ്റർവെൽസിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഒരേപോലെ ഒരേ ഡയറക്ഷനിലാണെങ്കിൽ അവിടെ നമ്മൾ യൂണിഫോം വെലോസിറ്റിയിലാണ് എന്ന് പറയാം. അതായത് യൂണിഫോം വെലോസിറ്റി, ക്രമാനുഗതമായിട്ട് ഒരേ വെലോസിറ്റിയിൽ കടന്നു പോവുകയാണ്. അതായത് ഒരേ ഇൻ്റർവെൽ ടൈമിൽ ഒരേ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നു, അതേ ദിശയിൽ തന്നെ. ഈ ദിശ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേ ഡയറക്ഷനിൽ തന്നെയാണെങ്കിലേ നമുക്കതിനെ യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അതുപോലെ നമ്മൾ ആവറേജ് വെലോസിറ്റിയും കൂടെ എടുക്കേണ്ടതുണ്ട്. ആവറേജ് സ്പീഡ് എടുത്തതുപോലെ തന്നെ ആവറേജ് വെലോസിറ്റി, അതായത് നെറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ ഫോർ ഇറ്റ് എന്നാണ് ആവറേജ് വെലോസിറ്റി എടുക്കുമ്പോൾ എടുക്കേണ്ടത്. കാരണം നമ്മൾ ആവറേജ് സ്പീഡ് എടുത്തപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് കവർ ചെയ്തത് ഡിവൈഡ് ബൈ ടൈം എടുത്തെങ്കിൽ ഇവിടെ നെറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് എടുക്കുകയുള്ളൂ. നെറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് എടുക്കാൻ കാരണം ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള നേർരേഖ അളവ്, അത്രയേ ഉള്ളൂ. അതാണ് നെറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ആ നെറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ ഫോർ ഇറ്റ്, ഇതാണ് ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആവറേജ് വെലോസിറ്റിയുടെ കാര്യത്തിൽ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് പറഞ്ഞതുപോലെ തന്നെ ആവറേജ് വെലോസിറ്റി കുഡ് ബി സീറോ ഓർ നെഗറ്റീവ്, എന്തെങ്കിലും ആകാം. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ സ്പീഡ് എപ്പോഴും പോസിറ്റീവ് ആണെന്ന് പറഞ്ഞ പോലെ വെലോസിറ്റിയുടെ കേസിൽ എന്ത് സംഭവിക്കും? ആവറേജ് വെലോസിറ്റി നമുക്ക് ചിലപ്പോൾ സീറോയായി മാറും. കാരണം ഡിസ്പ്ലേസ്മെൻറ്റ് ചിലപ്പോൾ സീറോയാകും. ഇനിഷ്യൽ പൊസിഷനിൽ പോയി 1 മീറ്റർ അങ്ങോട്ട് പോയി തിരിച്ച് 1 മീറ്റർ തിരിച്ചിവിടെ വന്നിരുന്നാൽ ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് സീറോയായി. സോ സീറോ ബൈ ടൈം സീറോ. ഇനി നെഗറ്റീവുമാകാം. അതായത് 1 മീറ്റർ ഈസ്റ്റിലേക്ക് പോയി 2 മീറ്റർ നേരെ വെസ്റ്റിലേക്ക് വന്നാൽ 1 മീറ്റർ ഇപ്പുറത്തേക്ക് കടന്നുപോയി, നെഗറ്റീവായി മാറി ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പം നെഗറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ടൈം നെഗറ്റീവും ആകാം. പക്ഷേ സ്പീഡ് ഒരിക്കലും നെഗറ്റീവോ സീറോയോ ആകില്ല. പക്ഷേ വെലോസിറ്റി അങ്ങനെ ആകാം. അപ്പോൾ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് മേ ബി സീറോ, മേ ബി നെഗറ്റീവ്,
ബട്ട് ആവറേജ് സ്പീഡ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. ഈ പോയിന്റുകളൊക്കെയാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കേണ്ടത്. കാരണം ചോദ്യങ്ങൾ വരുമ്പോൾ ആവറേജ് സ്പീഡ് എല്ലായ്പ്പോഴും പോസിറ്റീവ് ആയിരിക്കും, പക്ഷേ ആവറേജ് വെലോസിറ്റി നെഗറ്റീവ്, 0, മേ പോസിറ്റീവ്, മൂന്നും ആകാം. പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, 0 ആകാം. പക്ഷേ ആവറേജ് സ്പീഡ് എപ്പോഴും പോസിറ്റീവ് തന്നെയായിരിക്കും. ഈ വ്യത്യാസം നമ്മളെപ്പോഴും മനസ്സിലാക്കിയിരിക്കുന്നു. ഇനി നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് പഠിക്കേണ്ട മറ്റൊരു ടേമാണ് റിലേറ്റീവ് വെലോസിറ്റി അല്ലെങ്കിൽ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയും. When two bodies are moving in the straight line, the speed or velocity with respect to another is known as its relative speed or velocity. അതായത് രണ്ട് ഓബ്ജക്ട്സ് ഒരേ ഡയറക്ഷനിൽ സ്ട്രൈറ്റ് ലൈനിൽ പോകുമ്പോൾ ഒന്നിനെ അപേക്ഷിച്ച് മറ്റൊന്നിനുള്ള സ്പീഡ്, ഒന്നും ചിലപ്പോൾ സ്പീഡ് ആദ്യത്തിനെ അപേക്ഷിച്ച് രണ്ടാമത് സ്പീഡ് കൂടുതലാകാം അല്ലെങ്കിൽ കുറവാകാം. ഇതിനെയാണ് നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി അല്ലെങ്കിൽ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെൻ ടു ബോഡീസ് ആർ മൂവിങ് ഇൻ ദ സെയിം ഡിറക്ഷൻ, then the relative velocity is the difference between the velocities of the two bodies. അതായത് രണ്ട് ബോഡീസും ഒരേ ഡയറക്ഷനിൽ പാരലായിട്ടാണ് പോകുന്നതെങ്കിൽ അവിടുത്തെ റിലേറ്റീവ് വെലോസിറ്റി, ഒന്നിനെ അപേക്ഷിച്ച് മറ്റൊന്നിലെ റിലേറ്റീവ് വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട് ആ രണ്ട് വെലോസിറ്റികളുടെയും ഡിഫറൻസ് എടുക്കണം. സപ്പോസ് ഒന്ന് 40 km/h പോകുന്നത്, അടുത്തത് 30 km/h ആണെങ്കിൽ അവിടുത്തെ റിലേറ്റീവ് വെലോസിറ്റി 40 - 30 = 10 km/h. പക്ഷേ ഇവ രണ്ടും പാരലായിട്ട് ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ഇവിടെ റിലേറ്റീവ് വെലോസിറ്റി ആഡ് ചെയ്യപ്പെടും. അതായത് വളരെ വേഗത്തിൽ അത് കടന്നു പോകും. ദാറ്റ് മീൻസ് 40ഉം 30ഉം കൂടെ ആഡ് ചെയ്ത് 70 km/h ആയിട്ട് അവിടെ വെലോസിറ്റി മാറും. ഈ ഒരു പോയിൻ്റാണ് റിലേറ്റീവ് വെലോസിറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. റിലേറ്റീവ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇഫ് ദ ടു ബോഡീസ് ആർ മൂവിങ് ഇൻ സ്ട്രൈറ്റ് ലൈൻ പാരലൽ in same direction, then the relative velocity is the difference between two velocities or speed. If both are in opposite direction, ഒന്നിന് എതിരെയാണ് മറ്റു സഞ്ചരിക്കുന്നതെങ്കിൽ അവിടെ റിലേറ്റീവ് വെലോസിറ്റി രണ്ടിൻ്റെയും വെലോസിറ്റികൾ ആഡ് ചെയ്യപ്പെടുന്നതായിരിക്കും. ഈ ഒരു പോയിന്റ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അതുപോലെ ഈ വെലോസിറ്റി പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെയാണ് വെലോസിറ്റിക്ക് വേരിയേഷൻ ഉണ്ടാകുന്ന കാര്യം. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി, ആ ടേമിനെയാണ് നമ്മൾ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ആക്സിലേറ്റർ ചവിട്ടുമ്പോൾ അതിൻ്റെ വേഗത കൂടുന്നു എന്ന് നമ്മൾ പറയും. ഈ വേഗത കൂടുമ്പോൾ സ്പീഡ് വർദ്ധിക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നതെങ്കിലും ആക്ച്വലി സ്പീഡുമായിട്ട് ആക്സിലറേഷൻ ഒരു ബന്ധവുമില്ല. നേർരേഖയിലുള്ള വെലോസിറ്റിയുടെ ഇൻക്രീസാണ് ശരിക്കും ആക്സിലറേഷൻ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്നാണ് പറയുന്നത്. അങ്ങനെ വെലോസിറ്റി ക്രമാനുഗതമായിട്ട് കൂടി വരുമ്പോൾ നമ്മൾ അതിനെ ആക്സിലറേഷൻ എന്ന് പറയും. ഇനി നമ്മൾ വണ്ടിയൊക്കെ ബ്രേക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ വെലോസിറ്റി കുറയും, സ്പീഡ് കുറയും എന്നാണ്. ശരിക്കും നേർരേഖയിലാകുമ്പോൾ വെലോസിറ്റി കുറയും. അതിനെ നമ്മൾ റിട്ടാർഡേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ നെഗറ്റീവ് വെലോസിറ്റി എന്ന് പറയും. അപ്പോൾ ക്രമാനുഗതമായിട്ട് വെലോസിറ്റിയിൽ വരുന്ന ഇൻക്രീസ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി, ദാറ്റ് ഈസ് നോൺ ആസ് ആക്സിലറേഷൻ. അപ്പോൾ വെലോസിറ്റി ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ആക്സിലറേഷനും വെക്ടർ ക്വാണ്ടിറ്റി ആയിരിക്കും. ഡിസ്പ്ലേസ്മെൻറ്റ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആയതുകൊണ്ടാണ് വെലോസിറ്റി വെക്ടർ ക്വാണ്ടിറ്റി ആയത്. അപ്പോൾ വെലോസിറ്റി വെക്ടർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആയ ആക്സിലറേഷനും ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആയിരിക്കും എന്ന പോയിൻ്റ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, ഇനി ആൻ ഓബ്ജക്റ്റ് ദാറ്റ് ഈസ് സെഡ് ടു ബി ഇൻ യൂണിഫോം ആക്സിലറേഷൻ. അടുത്തൊരു കേസ് ആക്സിലറേഷൻ മാത്രമല്ല, യൂണിഫോം ആക്സിലറേഷൻ ഉണ്ടായിരിക്കണം. ഒരേ രീതിയിലുള്ള ആക്സിലറേഷൻ നടക്കണം. അതായത് ക്രമാനുഗതമായിട്ട് വേഗത വർദ്ധിച്ച് വരണം. അതാണ് യൂണിഫോം ആക്സിലറേഷൻ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് വെലോസിറ്റി ചേഞ്ചസ് ബൈ ഈക്വൽ എമൗണ്ട്സ് ഇൻ ഈക്വൽ ഇൻ്റർവൽസ് ഓഫ് ടൈം. അതായത് ഈക്വൽ ഇൻ്റർവൽസ് ഓഫ് ടൈമിൽ വെലോസിറ്റി ഒരേപോലെ വർദ്ധിച്ചു വരണം. അല്ലാതെ ഒരേ വെലോസിറ്റിയിൽ പോയാൽ പോരാ, ക്രമാനുഗതമായിട്ട് വെലോസിറ്റി വർദ്ധിച്ചു വന്നാലേ നമുക്കവിടെ യൂണിഫോം ആക്സിലറേഷൻ നടന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. ഈ പോയിന്റ് ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ മനസ്സിൽ യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ യൂണിഫോം വെലോസിറ്റി പോയിട്ട് നമുക്ക് തോന്നരുത്. യൂണിഫോം ആക്സിലറേഷനും യൂണിഫോം വെലോസിറ്റിയും വ്യത്യസ്തങ്ങളാണ്. കാരണം യൂണിഫോം
ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ ആ വെലോസിറ്റി ഈക്വൽ ഇൻ്റർവൽസ് ഓഫ് ടൈമിൽ ക്രമത്തിന് തന്നെ വർദ്ധിച്ച് വരണം. അപ്പോൾ മാത്രമേ അത് യൂണിഫോം ആക്സിലറേഷൻ ആകുന്നുള്ളൂ. നേരെ മറിച്ച് യൂണിഫോം വെലോസിറ്റി അങ്ങനെ ആയിരുന്നില്ല. ഈ പോയിൻ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ. അപ്പോൾ ഈ ആക്സിലറേഷനിൽ തന്നെ നമ്മൾ പ്രതിപാദിക്കേണ്ട വേറൊരു കാര്യം, അതായത് പോസിറ്റീവ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് ക്രമാനുഗതമായിട്ട് വെലോസിറ്റി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ക്രമാനുഗതമായിട്ട് വെലോസിറ്റി കുറഞ്ഞാൽ അതിനെ നമ്മൾ റിട്ടാർഡേഷൻ എന്ന് പറയും. ഓക്കെ. ഇനി an object is said to be variable acceleration if its velocity changes by unequal amounts. അതായത് എപ്പോഴും ഒന്നുകിൽ കൂടുന്നു കുറയുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ആ ആക്സിലറേഷനെ ഒരിക്കലും ഒരു യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറയാൻ പറ്റില്ല. അതൊരു വേരിയബിൾ ആക്സിലറേഷനാണ്. യൂണിഫോം ആക്സിലറേഷൻ ആണെന്നുണ്ടെങ്കിൽ ആ ചേഞ്ച് കറക്റ്റായിട്ട് ഒരേപോലെ തന്നെ നടക്കണം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ 2-3 പോയിന്റുകൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. എന്താണ് റിട്ടാർഡേഷൻ? ആക്സലറേഷൻ ക്രമാനുഗതമായിട്ട് ഇങ്ങനെ വേരിയബിൾ ആക്സലറേഷനാണ്, അതിൻ്റെ വെലോസിറ്റി ക്രമാനുഗതമായിട്ട് കുറഞ്ഞു വന്നാൽ അതിനെ റിട്ടാർഡേഷൻ എന്ന് പറയാം. ക്രമാനുഗതമായിട്ട് വെലോസിറ്റി കൂടിക്കൂടി വരുമ്പോൾ അവിടെ നമുക്ക് പോസിറ്റീവ് ആക്സലറേഷൻ ഉണ്ടാവും. ഓക്കെ. അപ്പോൾ വേരിയബിൾ ആക്സലറേഷൻ തന്നെയാണ് രണ്ടും, ഒന്ന് കൂടുന്നു ഒന്ന് കുറയുന്നു എന്ന് മാത്രം. അതുപോലെ ഇഫ് ദ ആക്സലറേഷൻ ഓഫ് ഒബ്ജക്റ്റ് ഈസ് സെഡ് ടു ബി സീറോ, ഒരു ഓബ്ജക്റ്റിൻ്റെ ആക്സലറേഷൻ സീറോ ആണെന്ന് നമ്മൾ എപ്പോഴാണ് പറയുന്നത് എന്നതും മനസ്സിലാക്കണം. നമ്മുടെ ധാരണ റെസ്റ്റിലാണ് ഓബ്ജക്റ്റ് എങ്കിൽ അവിടെ ആക്സലറേഷൻ സീറോയാണ്, ശരിയാണ്. പക്ഷേ വേറൊരു കേസ് കൂടെയുണ്ട്, അതൊരു യൂണിഫോം മോഷനിലാണെങ്കിലും അവിടെ ആക്സലറേഷൻ സീറോ ആണെന്ന് പറയേണ്ടി വരും. യൂണിഫോം മോഷനിലാണെങ്കിൽ ക്രമാനുഗതമായിട്ട് അവിടെ വേഗത വർദ്ധിക്കുന്നില്ല, അപ്പോഴും ആക്സലറേഷൻ ഇല്ല. സോ ആക്സലറേഷൻ അവിടെ സീറോയാണെന്ന് പറയേണ്ടി വരും. അപ്പോൾ ആക്സലറേഷൻ സീറോയാകുന്ന കേസ് രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് ബോഡി സീറോ റെസ്റ്റിലാണെങ്കിൽ, രണ്ടത് യൂണിഫോം മോഷനിലാണെങ്കിൽ. ഇങ്ങനെ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കണം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണ വരുന്ന 1-2 എക്സാമ്പിൾസ്, ധാരാളം ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. 1-2 എക്സാമ്പിൾസ് ഞാൻ നിങ്ങളോട് പറയാം. നോക്കൂ, വാട്ട് മസ്റ്റ് ചേഞ്ച് വെൻ എ ബോഡി ഈസ് ആക്സിലറേറ്റിംഗ് എന്നൊരു ക്വസ്റ്റ്യൻ ആണെന്ന് കരുതുക. അതിൻ്റെ ഓപ്ഷൻസ് നോക്കുക. ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബോഡി, ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ ദ വെലോസിറ്റി ഓഫ് ദ ബോഡി, ദ മാസ് ഓഫ് ദ ബോഡി, ദ സ്പീഡ് ഓഫ് ദ ബോഡി. അപ്പോൾ വാട്ട് മസ്റ്റ് ചേഞ്ച് വെൻ എ ബോഡി ഈസ് ആക്സിലറേറ്റിംഗ് എന്ന ചോദ്യം, ആക്സിലറേഷൻ നടക്കുമ്പോൾ എന്താണ് ചേഞ്ച് വരുന്നത്? ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബോഡി, ദ വെലോസിറ്റി ഓഫ് ദ ബോഡി, ദ മാസ് ഓഫ് ദ ബോഡി, ദ സ്പീഡ് ഓഫ് ദ ബോഡി. പറഞ്ഞതിലൊന്ന് ക്ലിയർ ആയി നിങ്ങൾക്ക് മനസ്സിലായി. എവിടെ ചേഞ്ച് വരുന്നത്? വെലോസിറ്റി ഓഫ് ദി ബോഡിയാണ്. സോ ദ സെക്കൻഡ് ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. വേറൊരു ചോദ്യം നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ സംടൈംസ് ബി സീറോ ഫോർ എ മൂവിങ് ബോഡി? താഴെ കൊടുത്തിരിക്കുന്നതിൽ സീറോയാകാൻ സാധ്യതയുള്ളത് ഒരു മൂവിങ് ബോഡിയിൽ. ഒന്നാമത്തത് ഒരു 4 കേസുകൾ അവർ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ആവറേജ് വെലോസിറ്റി, ഡിസ്റ്റൻസ് ട്രാവൽ, ആവറേജ് സ്പീഡ്, ഡിസ്പ്ലേസ്മെൻറ്റ്. ഇതിൽ ഏതെല്ലാം കാര്യങ്ങളാണ് സീറോയാകാൻ സാധ്യതയുള്ളത് മൂവിങ് ബോഡിയെ സംബന്ധിച്ചു? ഇതാണ് ചോദ്യം. ഓപ്ഷൻ 1 പറഞ്ഞിരിക്കുന്നത് ഓൺലി 1 എന്നാണ്. ഓപ്ഷൻ ബി പറഞ്ഞിരിക്കുന്നത് 1ഉം 2ഉം മാറുമെന്ന്. ഓപ്ഷൻ സി പറഞ്ഞിരിക്കുന്നത് 1ഉം 4ഉം സീറോയാകാമെന്ന്. ഓപ്ഷൻ 4 പറഞ്ഞിരിക്കുന്നത് 4 മാത്രമേ സീറോയാകുമെന്ന്. ഇതിൽ ആവറേജ് വെലോസിറ്റിയും ആ ഡിസ്പ്ലേസ്മെൻറ്റും ഇത് രണ്ടും സീറോയാകാൻ സാധ്യതയുണ്ട് വെക്ടർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി 1 and 4 എന്നാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത്. വേറൊരു ചോദ്യം കൂടെ നോക്കുക. വാട്ട് ഈസ് വെലോസിറ്റി എന്നൊരു ചോദ്യം ചോദിച്ചാൽ അതിൻ്റെ ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ദ തിക്നെസ് ഓഫ് ആൻ ഓബ്ജക്റ്റ്, ദ ലൊക്കേഷൻ ഓഫ് ആൻ ഓബ്ജക്റ്റ്, ആക്സിലറേഷൻ, സ്പീഡ് ഇൻ എ സ്പെസിഫിക് ഡിറക്ഷൻ. ഇങ്ങനെ 4 ഓപ്ഷൻസാണ് വെലോസിറ്റി കൊടുത്തിരിക്കുന്നത്. അതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആൻസർ ആസ് യു നോ എന്താണ്? സ്പീഡ് ഇൻ എ സ്പെസിഫിക് ഡിറക്ഷൻ എന്നുള്ളതാണ്. അതിൽ വേറൊരു ചോദ്യം കൂടെ നിങ്ങൾ പരിചയപ്പെടൂ. ആൻ ഓബ്ജക്റ്റ് വിത്ത് കോൺസ്റ്റൻറ്റ് സ്പീഡ്. എപ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളെപ്പോഴും കൂടുതൽ പരിചയപ്പെട്ടിരിക്കേണ്ടത്. ആൻ ഓബ്ജക്റ്റ് വിത്ത് കോൺസ്റ്റൻറ്റ് സ്പീഡ്. കോൺസ്റ്റൻറ്റ് സ്പീഡിലുള്ള ഒരു ഓബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം 4 ഓപ്ഷൻസാണ്. ഇറ്റ് ഈസ് നോട്ട് ആക്സിലറേറ്റഡ്, മൈറ്റ് ബി ആക്സിലറേറ്റഡ്, ഓൾവേസ് ആക്സിലറേറ്റഡ്, ആൾസോ ഹാഡ് എ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി. ഈ 4 ഓപ്ഷൻസ് പറഞ്ഞതിൽ
ഏറ്റവും സ്യൂട്ടബിൾ വൺ ഏതാണ്? കോൺസ്റ്റൻറ്റ് സ്പീഡ് ആയതുകൊണ്ട് അവിടെ ഒരു ആക്സിലറേഷൻ നടക്കില്ല. സോ ഇസ് നോട്ട് ആക്സിലറേറ്റഡ് എന്നുള്ളതാണ് ശരിയായ ഉത്തരം. ഓക്കെ, അപ്പോൾ മെക്കാനിക്സിൽ നമ്മൾ ഈ ഒരു പോർഷൻസ് ഏതൊക്കെ, വെലോസിറ്റി, സ്പീഡ്, ആക്സിലറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ചോദിക്കാൻ സാധ്യതയുള്ള കുറേ കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത് റിപ്പീറ്റ് ചെയ്ത് കണ്ട് നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് പോവുക, എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത് മനസ്സിലാക്കുക. എപ്പോഴും നമ്മൾ പഠിക്കുമ്പോൾ റിലാക്സ് ചെയ്ത് സമാധാനമായിട്ട് പഠിക്കുക. ഹാവ് എ നൈസ് ടൈം.